രണ്ട് പുത്രന്മാരുടെ ഉപമയാണെന്ന് വായിക്കുക. ആദ്യത്തെ പുത്രനെ കുറിച്ച് തന്നെ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാമെന്ന് ചാടി പറഞ്ഞു, ഞങ്ങൾ പോവാട്ടോ, ഞാൻ പോകാം. പക്ഷേ അവൻ പോയില്ല. നമ്മുടെയൊക്കെ ജീവിതം ഈ ഒന്നാമത്തെ പുത്രനെ പോലെ തന്നെയാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം. പ്രകടനങ്ങളും പ്രഹസനങ്ങളും കുറേയുണ്ട്, എന്നാൽ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരു സ്പർശനമില്ലാത്ത വിശ്വാസമാണ്. കാണിച്ചുകൂട്ടലുകൾ നിരവധിയുണ്ട്, എന്നാൽ ഉള്ളു തൊടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ തൊട്ട വിശ്വാസമാണോ എനിക്കുള്ളത്? എൻ്റെ ദൈവത്തിലുള്ള സ്നേഹം അത്ര ആഴപ്പെട്ടതാണോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോഴേക്കും നമ്മളിങ്ങനെ നേർച്ചകൾ ഇങ്ങനെ കുറേ തമ്പുരാൻ്റെ സന്നിധി പറയും. എന്തെങ്കിലും ആവശ്യം, മോൻ്റെ പരീക്ഷ വന്നു, അതെ യേശുവേ, ഇത് കഴിയുമ്പോഴേക്ക് 2 പെട്ടി മെഴുകുതിരി, യേശുവേ ഞാൻ വേളാങ്കണ്ണിക്ക് പൊക്കോളാം, ഇത് നടന്നു കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇവിടേക്ക് പൊക്കോളാം. മുട്ടുകുത്തി നിന്ന് എന്തോരം നേർച്ചകളാണെന്ന് അറിയുമ്പോൾ നമ്മൾ നിറവേറ്റാതെ കിടക്കിടുന്നറിയുമോ? ഈ മകനെ പോലെ തന്നെയാ, പോകാം പോകാം, ചെയ്യാം ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വായിൽ തൊന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തമ്പുരാൻ്റെ മുമ്പിൽ ഇത് നേർച്ചകളൊന്നും അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. നീ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം തമ്മിൽ നോക്കുന്നത്. നിന്നോട് നേർച്ചകളോ അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊരു മാനദണ്ഡമൊന്നും തമ്പുരാൻ പറഞ്ഞിട്ടില്ല. നിന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ. നീ പറയുന്നത് നിന്റെ പ്രവൃത്തിയിൽ ഉള്ളിൽ തൊട്ടൊരു വിശ്വാസം നിനക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്തത്. നമ്മൾ ഒന്നാമത്തെ പുത്രനെ പോലെ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. കുറേ വാഗ്ദാനങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ട് ഒന്നും ചെയ്യാതെയാണോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? നമ്മുടെ വാഗ്ദാനങ്ങൾ ഇതുവരെ പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? എത്ര വാർഷിക ധ്യാനങ്ങൾ, എത്ര മാസധ്യാനങ്ങൾ കഴിഞ്ഞു പോയി, എന്തോരം വാഗ്ദാനങ്ങൾ നമ്മൾ എടുത്തത്, അതൊക്കെ വെറുതെ ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം.